പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ലോകാവസാനത്തെപ്പറ്റിയും അതുപോലെ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെപ്പറ്റിയൊക്കെ ധാരാളം കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. പലരും ചോദിക്കും, ഈ ലോകം മുഴുവൻ അങ്ങ് നശിക്കുമോ? എന്തെങ്കിലും അവശേഷിക്കുമോ? ഇന്നത്തെ നിലയിൽ നമുക്കറിയാം, ഒരു ന്യൂക്ലിയർ യുദ്ധമുണ്ടായാൽ എല്ലാം നശിക്കും, ഒന്നും ഉണ്ടാകില്ല. എന്നാൽ ഞാൻ പറയുന്നു, ഒരു രാജ്യം നിലനിൽക്കും. ഒരു രാജ്യം നിലനിൽക്കും. നിങ്ങളിപ്പോൾ ചോദിക്കുക, ഇന്ത്യ ആണോ, അമേരിക്കയാണോ, അത് യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യമാണോ, ആഫ്രിക്കയിലെ രാജ്യമാണോ, അതോ ഓസ്ട്രേലിയ ആണോ, ഏത് രാജ്യമാണ്? അത് കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതേപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നതും വളരെ വ്യക്തമാണ്. അത് എല്ലാം നശിച്ചുപോയാലും അവിടുത്തെ രാജ്യം എന്നേക്കും നിലനിൽക്കും എന്ന്. നമുക്കറിയാം, ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു രാജാവായിട്ടാണ്. രാജാവിന് എപ്പോഴും ഒരു രാജ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഉദാഹരണമായിട്ട് ലൂക്ക് 18-ാം അധ്യായം ഞാൻ പലപ്പോഴും ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളതാണ്. പീലാത്തോസിന് മുമ്പിൽ ഈശോ ഹാജരാക്കപ്പെട്ടു വിധിക്കായിട്ട്. അപ്പോൾ അത് ഒറ്റയ്ക്ക് മുറിയിലേക്ക് വിളിച്ച് രഹസ്യമായിട്ട് അത് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം മറ്റൊന്നുമല്ല, അത് നീ ഒരു രാജാവാണോ എന്ന്. കാരണം പീലാത്തോസിന്റെ മനസ്സിൽ അത് ഒത്തിരി വിഷമമുണ്ടായിരുന്നു. കാരണം പുള്ളി ഒരു രാജാവിന്റെ സ്ഥാനം, ഒരു ഗവർണർ സ്ഥാനത്ത് ഇരിക്കുന്ന രാജാവാണ്, രാജാവാക്കിയതാണ്. അപ്പോൾ രാജാവ് പോലെ ഭരണം നടത്തുന്നു. അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, ഈശോയും രാജാവായിട്ട് പുള്ളിയുടെ രാജകീയത്വം പോകുമോ എന്ന്. അപ്പൊ ലൗകികമായിട്ടുള്ള ചിന്ത ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം ഒറ്റയ്ക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിപദിച്ചു, നീ തന്നെ പറയുന്നു. ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും. ഹല്ലേലൂയ. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് രാജാവാകുവാനായിട്ടും അത് രാജ്യം ഭരിക്കാനായിട്ടും രാജ്യം നയിക്കാനായിട്ടും രാജ്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനായിട്ടും ആണ്. നമുക്കറിയാം, അത് നേരത്തെ തന്നെ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് ആ സന്ദേശം, മംഗളവാർത്ത അറിയിച്ചപ്പോൾ തന്നെ അത് പറയുണ്ടായത് അത് തന്നെ ആണല്ലോ. യാക്കോബിന്റെ ഭവനത്തിൽ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അപ്പോൾ അവസാനമില്ലാത്ത ഒരു ബീരങ്കിക്കും ഒരു ബോംബിനും ഒരു ന്യൂക്ലിയറും നശിപ്പിക്കാൻ മേലാത്ത ഒരു രാജ്യം നിലനിൽക്കും. അത് യേശുവിന്റെ രാജ്യമാണ്. ഇതായിരുന്നു നമുക്കറിയാം യേശുവിന്റെ പഠനത്തിന്റെ പ്രധാന പ്രമേയം. അതുകൊണ്ടാണല്ലോ ജോർദാനിൽ മാമോദീസ കഴിഞ്ഞ് ആദ്യം പ്രസംഗിച്ചെന്താണ്? അനുദപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് അത് മർക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞ് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കൂ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അത് ചിന്തിക്കുന്ന ഒന്നാണ് ക്രിസ്ത്യാനികളും അല്ലാത്തവരും. ഈ രാജ്യത്തിൽ ഉൾപ്പെടുവാനായിട്ട് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അതെ, നമുക്ക് ആ വിശ്വാസം നിശ്ചയമായിട്ടും സ്നാനത്തിലൂടെ സ്ഥിരീകരിക്കുകയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മളെ ഈ രാജ്യത്തിലേക്കാണ് കർത്താവ് ക്ഷണിക്കുന്നത്. വരൂ. ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവന്റെ പഠനങ്ങളിലൂടെ. യേശു വന്നത് എന്തിന് എന്ന് നമുക്കോട് പറയാണ്. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കൂ, മറ്റുള്ളവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് നൽകപ്പെടും. രോഗശാന്തിയായിരിക്കാം, ജോലിയായിരിക്കാം, വിവാഹമായിരിക്കാം, മക്കളായിരിക്കാം, അല്ലെങ്കിൽ പുറത്തു പോകാൻ ജോലി ചെയ്യാനൊരു വീസ ആയിരിക്കാം, എന്തുമാകട്ടെ, ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്. അത് നമ്മൾ വായിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ലൂക്കാ എഴുതിയ സുവിശേഷം 12:31, മത്തായി 6:33. ഇനിയും അതെ, നമുക്ക് അറിയാം ഈ ദൈവരാജ്യം എവിടെയായിരിക്കും? അമേരിക്കയിലാണോ, ആഫ്രിക്കയിലാണോ, ഇന്ത്യയിലാണോ, എവിടെയായി ദൈവരാജ്യം?
ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടി അല്ല വരുന്നത്. ഇതാ അവിടെ, ഇതാ ഇവിടെ എന്നാരും പറയുകയില്ല. ദൈവരാജ്യം നിന്നിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. നിന്റെ യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടുള്ള ജീവിതമാണ്. യേശുക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ട് പാപത്തിന് മരിച്ച് അവിടുത്തോടുകൂടി പരിശുദ്ധാത്മാവിൽ ഉയർത്തെഴുന്നേറ്റ ജീവിതമാണ് ദൈവരാജ്യ ജീവിതം. അതിനാണ് നീ മാമോദീസായും സ്വീകരിച്ചത്. ഇവിടെ ലൂക്ക 17:20 ഇത് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ റോമ അധ്യായം 6:3 വായിക്കുന്നത്. അവിടുത്തോട് ഐക്യപ്പെട്ട ആ ജീവിതം, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അഥവാ ദൈവരാജ്യത്തിനടുത്ത ജീവിതം. ഇനിയും അതെ, ഈ രാജ്യം അത് എന്താണെന്നും വ്യക്തമായി പറയുന്നുണ്ട്. അതായത് അത് തീറ്റിയോ കുടിയോ പാനീയമോ ഒന്നുമല്ല, ലൗകികമായിട്ടുള്ള ഒന്നുമല്ല. പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. അത് റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി 14:17 തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയ ആ മഹാൻ, ഒരു കാലത്ത് യേശുവിനെയും യേശുവിന്റെ പഠനങ്ങളെയും യേശുവിനെ അനുഗമിക്കുന്നവരെയും കൊന്നൊടുക്കി നശിപ്പിക്കാൻ നാമാവശേഷമാക്കാൻ നടന്ന ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടി മാനസാന്തരപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്, അതായത് ദൈവരാജ്യം എന്താണ് എന്ന്. ഈ ലോകബദ്ധമായൊന്നുമല്ല, ശാരീരികമായിട്ട് അല്ലെങ്കിൽ ലൗകികമായിട്ട് കിട്ടുന്ന ഒന്നുമല്ല, പിന്നെ അഭൗമികമായിട്ട് ആത്മീയമായിട്ട് കിട്ടുന്നതാണ്. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ ജീവിതവും, ഒറ്റ ഭാഷയിൽ പറഞ്ഞ ആത്മാവിലുള്ള ജീവിതം. നമുക്കറിയാം, ഒരാൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലായിത്തീരുന്നു. നമുക്ക് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യർ അധ്യായം 4:7. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലത്ത് ഒരു മാമോദിസ സ്വീകരിച്ച് വിളിച്ചതുകൊണ്ടായില്ല. പിന്നെയോ ആത്മാവിന്റെ ജീവിതം തുടരണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ദൈവപുത്രരാകുന്നത് എന്ന് റോമ 8:14. ദൈവമക്കൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ദൈവരാജ്യം അത് അന്വേഷിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. ആ ജീവിതത്തിനായിരിക്കണം മുൻതൂക്കം കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഇനിയും അത് ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ഈ നീതി എന്ന് പറയുന്നത്? നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരീക്ഷയുടെയും നീതിയെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മത്തായി 5:20 പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതെ, എന്താണ് അത് അവർക്കുണ്ടായിരുന്ന അതായത് നീതിബോധം? അത് വ്യക്തമായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. 5-ാം അധ്യായത്തിലാണ് അത് നാം കാണുന്നത്. 5-ാം അധ്യായത്തിലെ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ദൈവരാജ്യത്തിലേക്ക് കടക്കാനുള്ള, ദൈവരാജ്യത്തിൽ ആയിരിക്കുവാനുള്ള മൂല്യങ്ങൾ തരുന്നത്. അത് ഓരോന്നും മനസ്സിരുത്തി നമ്മൾ വായിക്കണം. ആരാണ് ദൈവരാജ്യം അത് കരസ്ഥമാക്കുന്നത്? ആരാണ് ദൈവരാജ്യത്തിൽ എന്ന്? ഇനി എന്തായിരുന്നു അത് നിയമജ്ഞരുടെയും ഫരീശരുടെയൊക്കെ അത് മൂല്യമനുസരിച്ചുള്ള ജീവിതം? ബാഹ്യമായിട്ട് ആന്തരികമായിട്ടുള്ള ഒന്ന് ആയിരുന്നില്ല എന്ന് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് യേശു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികന്മാരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൽ നിൽക്കേണ്ടി വയ്ക്കും. വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ അകത്തെ നരകാഗ്നിക്ക് ഇടയായിത്തീരും. നീ ബലിയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവിടെ ബലിവസ്തു ഉപേക്ഷിച്ച് തിരിച്ചുവന്ന് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുക, സഹോദരനോട് രമപ്പെട്ടതിനു ശേഷം. കർത്താവിന്റെ വചനങ്ങളാണ് ഇതൊക്കെ എന്ന് ഓർക്കണം. അപ്പൊ കൊല്ലരുതെന്ന ഒരു പ്രമാണം, ആദ്യം തല വെട്ടുന്നത് കടാലിക്ക് പിച്ചാത്തി വെച്ച് കൊല്ലുന്നതാണ് കൊല. അതായിരുന്നു യഹൂദർക്കും ഫരിശിയർക്കും ഈശോ ആഴമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ യേശുവിനെ നല്ലപോലെ മനസ്സിലാക്കിയ പത്രോസ് പറയുന്നുണ്ട്, 1 പത്രോസ് 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, അവനിൽ നിത്യജീവൻ ഉണ്ടാവില്ല എന്ന്. ഇതൊക്കെ നെഞ്ചത്തെ കൈവച്ച് ആത്മശോധന ചെയ്യേണ്ട ഒന്നാണ്. ഞാനൊരു കൊലപാതകയല്ലേ? ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ ഏറെയേറെ പണക്കവും വൈരാഗ്യവും രോഷവും പകയും വെച്ചുകൊണ്ടിരിക്കുന്നു.
സ്പർദ്ധ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങേയറ്റം ബലിയർപ്പണത്തിൽ പോലും ഈ വിഭാഗിക ചിന്തയും പിണക്കവും വെച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവരാജ്യത്തിലാണോ അല്ലയോ എന്ന്. കർത്താവിന്റെ വചനമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അതുപോലെ പറയാണ് പഴയ നിയമത്തില് അഥവാ ഫരീസ്യരുടെ നീതി എന്തായിരുന്നു? വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. വ്യഭിചാരം എന്ന ഒരു പെണ്ണിനോടൊപ്പം കടന്ന് പരസംഗം ചെയ്യുന്നതാണ് എന്ന് ധരിച്ചിരുന്നത്. ഇന്നും നമ്മുടെ ഇടയിൽ പലരും അതാണ് ഓർക്കുന്നത്, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതാണെന്ന്. എന്നാൽ ഈ ഫോണോഗ്രാഫി വഴി, ഈ മൊബൈലിലൂടെ അല്ലെങ്കിൽ പടങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവളുമായി കൂടെ കിടക്കുന്നതും വ്യഭിചരിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം വ്യഭിചാരം തന്നെയാണ്. അത് നമ്മുടെ വലിയ വലിയ പാപങ്ങളെല്ലാം ചിന്തയിലാണ്. ചിന്തയിലെ പാപങ്ങൾ ശരിയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിയാളി ചൊല്ലുമ്പോൾ നമ്മൾ അനുഭവിച്ച് പറയില്ലേ, ഇവ നിരൂപണയാലും ഉപേക്ഷയാലും ഞാൻ പാപങ്ങൾ ചെയ്തു പോയി. പലപ്പോഴും ഈ രണ്ട് തരത്തിലുള്ളവ നമ്മൾ അനുഭവിക്കാറില്ല. ആ ഉപേക്ഷയാലുള്ള പാപങ്ങളെപ്പറ്റി എത്ര പേർക്ക് നന്മ കൊടുക്കാമായിരുന്നു, നന്മ ചെയ്യാമായിരുന്നു, നന്മ കാണിക്കാമായിരുന്നു, ഒന്നും ചെയ്യാത്തത്. പ്രാർത്ഥിക്കാമായിരുന്നു, പ്രാർത്ഥിക്കാതിരുന്നത്. ബലിയിലെന്നും പോകാമായിരുന്നു, പോകാതിരുന്നത്. അതിലൊക്കെ ഉപേക്ഷയാൽ. അതുപോലെ ചിന്തയിൽ എന്തെല്ലാം ചിന്ത, കൊല്ലാനുള്ള ചിന്ത, മറ്റേ ആളിന് വ്യഭിചരിക്കാനുള്ള ചിന്ത, അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള ചിന്ത, അല്ലെങ്കിൽ മറ്റൊരു സ്വത്ത് കട്ടെടുക്കാനുള്ള ചിന്ത, ഇതെല്ലാം അത് കട്ടെടുത്തതിന് തുല്യമാണ്, വ്യഭിചാരം ചെയ്തതിന് തുല്യമാണ്. ചിന്തയാലുള്ള പാപത്തെ പറ്റി പറഞ്ഞു നോക്കൂ. വളരെ വ്യക്തമായിട്ട് ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കിയാൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ അവന്റെ വാക്കുകൾ നോക്കണം. നിങ്ങളുടെ വാക്ക് അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്നാണ്. 5:37 വചനം. പ്രിയമുള്ളവരെ, നമ്മൾ എന്തേലും നുണയാണ് പറഞ്ഞു കൂട്ടുന്നത്. വ്യക്തിപരമായ ഇടപെടലിലും സംസാരത്തിലുമുള്ള നുണ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് വഴിയുള്ള നുണകൾ, എത്രയോ വീഡിയോകൾ പച്ച നുണയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ തന്നെ ഷൂട്ട് ചെയ്യുന്നതല്ല, AI വഴിയായിട്ടുണ്ടാക്കി കൃത്രിമമായിട്ട് നിർമ്മിച്ച് ലോകത്തെ മുഴുവനും വഞ്ചിക്കുന്ന പിശാചിന് കീഴിലാണ്. പിശാച് നുണയന്റെ പിതാവുമാണ് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എങ്കിൽ അത് നമ്മൾ വായിക്കുന്നത് സത്യം തന്നെയാണ്. ഇന്ന് ഒത്തിരി നുണയാണ്, ലോകം മുഴുവൻ നുണയാണ്. ഈ എത്ര വീഡിയോകൾ എന്തെല്ലാം നുണകൾ പറഞ്ഞ് പരത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം, നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന്. കർത്താവ് പറയുന്നത് എന്താണ്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കണ്ണത്തടിക്കുന്നവന് മറ്റേ കണ്ണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടി 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കൂ, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പഴയ നിയമത്തിൽ നിന്ന് തിരുത്തി കർത്താവ് പഠിപ്പിക്കുകയാണ് പുതിയ നിയമത്തിൽ എങ്ങനെ ജീവിക്കണം, ദൈവരാജ്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന്. അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് നീ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ പഴയ നിയമത്തിലെ ഫരീസ്യരുടെ നീതിയായിരുന്നു എന്ന് ഓർക്കണം. കർത്താവ് പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കർത്താവിന്റെ പഠനമാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. അപ്പൊ ആ പൂർണ്ണതയുടെ ജീവിതം, വിശുദ്ധിയുടെ ജീവിതം, ഇതാണ് നീതിയുടെ ജീവിതം. ഞാൻ പലപ്പോഴും ധ്യാനത്തിൽ എല്ലാവരോടും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു? ദൈവത്തിന് നിന്നെ പറ്റിയുള്ള ഹിതം എന്താണ്? എല്ലാവരെക്കൊണ്ടും ഞാൻ മറുപടി പറയിപ്പിക്കും, എന്റെ വിശുദ്ധ ജീവിതം, മൈ ഹോളിനെസ് എന്ന്. നെഞ്ചത്തെ കൈവച്ച ഓരോ നിമിഷവും നമ്മൾ ഈശോട് പറഞ്ഞു, ഞാൻ വിശുദ്ധയായി ജീവിക്കുന്നുവെന്ന്. ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നോർക്കണേ. അതാണ് റൈറ്റ്വസ്നെസ്, നീതി എന്ന് പറയുന്നത്. ആ നീതിപൂർവമായ ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ദൈവരാജ്യത്തിൽ നമ്മൾ ആയിരിക്കുക. നമ്മുടെ നീതി മറ്റുള്ള
ലോകത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ചല്ലാതെ അതിനുപരിയായി തീരുവാനുള്ള കൃപ തരുവാൻ ഈശോയോട് പ്രാർത്ഥിക്കാം മക്കളെ. നമുക്കറിയാം, ഇന്ന് ലോകം വളരെ വഷളായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ തന്നിലേക്ക് വിളിക്കുകയാണ് ഈശോ. അത് ഞാൻ മത്തായി സുവിശേഷത്തിലെ 22-ാം അധ്യായത്തില് ഈശോയുടെ ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ട്. അതായത് യേശുനാഥൻ ഒരു വിരുന്നൊരുക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് 22-ാം അധ്യായത്തിന്റെ 1 മുതൽ വചനങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് മൃഗങ്ങളെയൊക്കെ കൊന്ന് മീനൊക്കെ ഉണ്ടാക്കി, ഇറച്ചിയും തീറ്റിയും എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് വേലക്കാരെ പറഞ്ഞു വിട്ടു ആളുകളെ ക്ഷണിക്കുവാനായിട്ട്. ഇനി ക്ഷണിച്ചവരെല്ലാം എന്തു പറഞ്ഞു? എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കഴിഞ്ഞു. ഹല്ലേലൂയ. കാരണം വിളിച്ചപ്പോഴത്തെ ഇൻവിറ്റേഷൻ, നമുക്കെല്ലാം ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അതാണ് മാമോദീസ. ഇൻവിറ്റേഷൻ കാർഡ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നേരമില്ല. പ്രാർത്ഥിക്കാൻ നേരമില്ല, പള്ളിയിൽ പോകാൻ നേരമില്ല, കുമ്പസാരിക്കാൻ നേരമില്ല, വചനം വായിക്കാൻ നേരമില്ല, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നേരമില്ല. തിരക്കോട് തിരക്കാണ്. ഈ ലോകത്ത് എന്തെങ്കിലും നായ പൈസ ഉണ്ടാക്കാമോ, കുറെ ബാങ്ക് അക്കൗണ്ടിലൂടെ കൂട്ടാമോ, ഇങ്ങനെ നമ്മൾ ലോകകാര്യങ്ങൾ ശ്രദ്ധ എപ്പോഴും തിരക്ക്. വലിയൊരു പാവമാണ് ഈ തിരക്ക്, ബിഷി എന്ന് പറയുന്നത്. കഥാവിന് വേണ്ടി സമയം കണ്ടുമുട്ടാതിരിക്കുന്നത്. കാർഡ് കയ്യിലിരിപ്പുണ്ട്, ഇൻവിറ്റേഷൻ കയ്യിലിരിപ്പുണ്ട്, ഇന്റർവ്യൂവിനുള്ളത് തന്നിട്ടുണ്ട്. എന്നാൽ ആ ഇന്റർവ്യൂവിന് പോയിട്ട് തെരഞ്ഞെടുക്കപ്പെടണം നമ്മൾ കാണുകയാണ്. അതിനുശേഷം കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ ഭൃത്യന്മാരോട് പറഞ്ഞു, നിരത്തുകളിൽ ചെന്ന് ദുഷ്ടനും ശിഷ്ടനും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചു കൂട്ടാൻ. അങ്ങനെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി അല്ലാത്തവരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയ, മാമോദിസ കിട്ടിയ ക്രിസ്ത്യാനികളെ മാത്രമല്ല എല്ലാവരെയും വിളിച്ചുകൂട്ടി എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് രാജാവ് നോക്കുകയാണ്, ഹോള് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഒരാൾ മാത്രം കല്യാണ വസ്ത്രം, വിവാഹ വസ്ത്രമില്ലാതെ, എന്ന് പറഞ്ഞാൽ വെള്ളവസ്ത്രമില്ലാതെ. ഇത് പറയുമ്പോൾ ഓർക്കണമേ, സ്നാനം സ്വീകരിച്ചപ്പോൾ ക്രിസ്ത്യാനിക്ക് കിട്ടിയ ഒരു വെള്ള തുണി, വെള്ള ഉടുപ്പ് എന്ന് പറയാം. അതൊരു ഓർമ്മിപ്പിക്കാനാണ് ജീവിതം മുഴുവനും വെള്ളയായിട്ട് ജീവിക്കാൻ, വിശുദ്ധരായിട്ട് ജീവിക്കാൻ തന്ന ഒരടയാളം. ഇനിയും അതാണ് കർത്താവ് നോക്കുന്നത്. അവൻ ഹിന്ദുവായിരിക്കാം, മുസ്ലിം ആയിരിക്കാം, അവൻ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവനായാലും ദൈവകൃപ നിറഞ്ഞ വിശുദ്ധ ജീവിതമുള്ള ഒരു വെള്ള വിവാഹ വസ്ത്രമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ ആവും. ഹല്ലേലൂയ. ഇവിടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. ഹിന്ദു സ്വർഗത്തിൽ പോകുമോ, മുസ്ലിം സ്വർഗത്തിൽ പോകുമോ, അല്ലെങ്കിൽ ബുദ്ധമതക്കാര് പോകുമോ? പോകും. ആരൊക്കെ? ക്രിസ്ത്യാനി ആയതുകൊണ്ട് പോകണമെന്നില്ല. ഈ വിശുദ്ധ വസ്ത്രം ഇല്ല എങ്കിൽ നമുക്കറിയാം, ഒരാൾ മാത്രം വിവാഹ വസ്ത്രമില്ലാതെ ഉണ്ടായിരുന്നു, അവനെ പുറത്തെറിഞ്ഞു. എന്നിട്ട് അവസാനം കർത്താവ് പറഞ്ഞ വാക്ക്, വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. സത്യമല്ലേ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഈ ദൈവരാജ്യ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു നിധി പോലെയാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു 13-ാം അധ്യായത്തിൽ തന്നെ മത്തായി സുവിശേഷത്തിന്റെ 13:44 വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവർ അത് മറച്ചുവെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവന് വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രഷ്യസ് ആണ്, അത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതം ഒന്നാണ് എന്ന് കഥ കാണിച്ചു തരികയാണ്. ഇനി ഇത് നമ്മൾ ഓർക്കരുത്, കുറെ ആചാരങ്ങൾ, പുറമെയുള്ള ആചാരം കർമ്മം കൊണ്ടൊക്കെ നേടിയെടുക്കാമെന്ന് കഥ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നീതിയുടെ ജീവിതം, വിശുദ്ധിയുടെ ജീവിതം കഴിക്കാതെ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് കഥ വ്യക്തമായി പറയുന്നൊരു ഭാഷ നിങ്ങൾക്കെല്ലാം അറിയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം വചനം 21 പറഞ്ഞിരിക്കുന്നത്, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ സ്വർഗരാജ്യം ഇവിടെ തന്നെ ഉണ്ടെന്ന് ഓർക്കണമേ. നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോഴേ സ്വർഗരാജ്യത്തിലാണ്. അതിനുള്ള സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്.
അതിനുള്ള ഇൻവിറ്റേഷനാണ് കിട്ടിയത്. നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് ലേഖനം അധ്യായം 6:3 നാം ജ്ഞാനം സ്വീകരിച്ചത് അവിടുത്തോടുകൂടി ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, അവിടുത്തെ മരണത്തിന് സദൃശ്യമായ ഒരു മരണം, പാപത്തോട് മരിക്കുക, പാപത്തോട് ചൊല്ലിടുക, എന്നിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉയർത്തെഴുന്നേറ്റ ഒരു ജീവിതം. ഇതാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാനം സ്വീകരിച്ചതും ആ സ്നാനത്തിന്റെ കൃപ സ്വീകരിച്ചതും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മീയ ജീവിതം, ദൈവരാജ്യത്തുള്ള ജീവിതം വലുതാക്കി അത് മുന്നോട്ട് പോകണം. പ്രാർത്ഥിക്കേണ്ടെന്ന് കർത്താവ് പറയുന്നില്ല, പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇനി കർത്താവെ എന്ന അധരം കൊണ്ട് വിളിച്ചുകൊണ്ടായില്ല. ആ വിളിയും പ്രാർത്ഥനയ്ക്കും പിന്നിൽ ദൈവഹിതം അനുസരിച്ചുള്ള ജീവിതം, വിശുദ്ധിയുടെ ജീവിതം ഉണ്ടായിരിക്കണം. നമുക്കൊക്കെ കരിസ്മാറ്റിക്കലൊക്കെ ആയപ്പോൾ ഒത്തിരി പ്രൈസിങ്ങും വർഷിപ്പും കയ്യടിയും ഒത്തിരി ഉച്ചത്തിലുള്ള എല്ലാം ഉണ്ട്, നല്ല കാര്യമാണ്. അതിന്റെ എല്ലാം പിന്നിൽ എനിക്ക് വിശുദ്ധമായ ഹൃദയമുണ്ടോ, എന്റെ സഹോദരങ്ങളോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ടോ, രമ്യപ്പെട്ടിട്ടുണ്ടോ, എന്റെ ഭാര്യ എന്റെ ഭർത്താവുമായി ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ, അതോ ഞാൻ ഇപ്പോഴും ബന്ധനങ്ങൾക്ക് അടിമയാണോ? അത് കള്ളായിരിക്കാം, കഞ്ചാവായിരിക്കാം, പുകവലിയായിരിക്കും, ഇങ്ങനത്തെ തിന്മകൾ. അതുപോലെ തന്നെ ഇന്നും നീലചിത്രങ്ങൾ കാണാനായിട്ട് എന്റെ മൊബൈൽ ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതെല്ലാം കണ്ട് ആനന്ദിക്കുന്നു. ഇങ്ങനെ ആത്മീയമായി പല പല പാപങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ഭർത്താവ് പറയാണ് നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. കർത്താവ് പറഞ്ഞു നമ്മുടെ ഈ ദൈവരാജ്യത്തിലുള്ള ജീവിതം യഥാർത്ഥ ഒരു ഫൗണ്ടേഷൻ, അടിസ്ഥാനമിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം. അപ്പോൾ പറയാണ് എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ ഭവനം പണിത പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ വചനം കേട്ട് യേശുവാകുന്ന പാറയിലായിരിക്കണം നമ്മുടെ ആധ്യാത്മിക ജീവിതം സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ് മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, ഞാൻ പറയുന്നു അണുബോംബ് വരുന്നു, അല്ലെങ്കിൽ യുദ്ധം വരുന്നു, ന്യൂക്ലിയർ വാർ വരുന്നു, തീയും പുകയെല്ലാം വരുന്നു. എന്നാൽ അത് ഭവനത്തിന്റെ മേൽ അടിച്ചെന്ന് വരാം, ഭവനമാകുന്ന നമ്മുടെ ജീവിതമാകുന്ന ഭവനത്തിന്റെ മേൽ അടിച്ചു എന്ന് വരാം. എന്നാൽ അത് വീഴുകയുമില്ല. ഹല്ലേലൂയ. അത് നിലനിൽക്കും. എന്നാൽ ആ ഫൗണ്ടേഷൻ ഇല്ല എങ്കിൽ അടുത്ത വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭയങ്കരമായ തകർച്ചയായിരിക്കും, അത് മുഴുവനായിട്ട് നശിച്ചു പോകുമെന്ന്. അപ്പൊ നമ്മുടെ ഹൃദയമാകുന്ന ഭവനം യേശു വസിക്കുന്ന ഭവനമാക്കണം. നമുക്കറിയാം ക്രിസ്ത്യാനികളെല്ലാം കൊന്നൊടുക്കി ക്രിസ്തുമതമെല്ലാം നശിപ്പിക്കാൻ തക്കം നോക്കിയിരുന്ന സാവൂൾ പൗലോസായി മാറി. അവൻ തനിക്കുള്ള എല്ലാം വിറ്റു, അതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു. അതിനുശേഷം യേശുവിനെ അനുധാവനം ചെയ്തു. അവൻ പറഞ്ഞെന്താണ്, ഞാൻ എന്റെ പഴയ ആഗ്രഹങ്ങൾ, ആശകൾ എല്ലാം കർത്താവിനോടുകൂടെ ക്രൂശിച്ചു, എന്നേക്കുമായി ഞാൻ അതിനോട് മരിച്ചു. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. മനോഹരമായ വാക്യം നിങ്ങൾക്ക് ഗലാത്യർ 2:20 അറിയാം. അതുകൊണ്ടാണ് തന്നെ അനുഗമിച്ച എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ ആന്തരികമായിട്ട് ദുരാഗ്രഹങ്ങളെല്ലാം അവരോടുകൂടി ക്രൂശിക്കുക എന്ന്. ക്രൂശിതന്റെ ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. ശാരീരികമായ ഒരു ക്രൂശിക്കലായിരിക്കില്ല, ആത്മീയമായ ആ ക്രൂശിക്കൽ. ഈ സഹനങ്ങളൊക്കെ വന്നു ചേരും. കർത്താവ് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കർത്താവിലേക്കുള്ള വഴി ഇടുങ്ങിയ വഴിയാണ്, അത് കണ്ടെത്തുന്നത് ചുരുക്കമാണ്. കുരിശും എടുത്തുകൊണ്ട് തന്നെ നിരാകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം സ്നേഹം കൊടുത്തുകൊണ്ട് ഒരു ജീവിതം ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് പലപ്പോഴും മത്തായി 7:13 പറഞ്ഞത്, സ്വർഗത്തിലേക്കുള്ള വഴി അത് ഇടുങ്ങിയതാണ്, വിസ്താരമുള്ളത്, അതിൽ നിന്ന് എല്ലാവർക്കും വിസ്താരമുള്ള വഴിക്കൂടി നടന്ന് ഇന്നത്തെ പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതായത് സുഭിക്ഷതയുടെ സുവിശേഷമെല്ലാം പ്രസംഗിച്ച് രോഗശാന്തി നേടി, മനഃശാന്തി നേടി, പണമുണ്ടാക്കി, അത് വീശയൊക്കെ നേടി, അത് വലിയ വീടും വരെയെല്ലാം പണിത് അത് ഇവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ കർത്താവിനെ ഉപയോഗിക്കുകയാണ്. അതല്ല, കർത്താവ് അതിനായിട്ടല്ല വന്നത്. അതുകൊണ്ടല്ലേ 1 കൊറിന്തോസ്, ഞാൻ വീണ്ടും പറയാനുള്ളത് പറയാണ്, ആവർത്തനം എപ്പോഴും നല്ലതാണല്ലോ. 1 കൊറിന്തോസ് 15:29 പറഞ്ഞിരിക്കുന്നത്, ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം കർത്താവിൽ വിശ്വാസം വയ്ക്കുന്നത് എങ്കിൽ മറ്റാരെയും നമ്മൾ ദൗർഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. ഒരു ദൗർഭാഗ്യമായിരിക്കാം ഇന്ന് നമുക്കുള്ളത്. നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാം. ആ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ രാജ്യത്തിലായിരിക്കണം, ആ രാജ്യത്തിന് പ്രാധാന്യം കൊടുക്കണം,
ആ രാജ്യം നീതിയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു രാജ്യമാണ് എന്ന് ഓർക്കണമേ. നമുക്കറിയാം, ധനികനായ യുവാവ് കർത്താവിനോട് വന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ പരിപൂർണനാകാൻ എന്ത് ചെയ്യണം? മത്തായി 19 നമ്മൾ വായിക്കുന്നുണ്ട്. നീ കൽപ്പനകൾ പാലിക്കാന്ന് കർത്താവ് പറഞ്ഞു. കാരണം കൽപ്പന പാലിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹിതരാകും. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ 14:15. അവിടുത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പന പാലിക്കാതെ 1 യോഹന്നാൻ 5:3 പറയുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ പാലിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനയെല്ലാം പാലിക്കുന്നുണ്ട്. നമ്മളീ പലരെയും പോലെ. എന്നിട്ട് കർത്താവ് പറഞ്ഞെന്താണ്? പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ വിളിക്കപ്പെട്ടിരിക്കുന്ന പൂർണ്ണനാകാനാണ്, വിശുദ്ധനാകാനാണെന്ന് ഓർക്കണം, മറക്കരുത്. ഹല്ലേലൂയ. നിനക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. കേട്ടപ്പോഴേ ആള് സ്ഥലം വിട്ടു. ഹല്ലേലൂയ. ഓടിപ്പോയി. കാരണം അത്രമാത്രം സ്ഥലവും പണവും പ്രതാപവും വീടും എല്ലാം ഉണ്ട്. മനസ്സെല്ലാം അവിടെയായിരുന്നു. അതുകൊണ്ട് ഈ വാക്ക് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഏറെ പേർ വിളിച്ചിട്ടുണ്ട് കർത്താവ്. എന്നാൽ ആ ക്ഷണം സ്വീകരിക്കുന്നവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും ചുരുക്കമായിരിക്കാം. ലോകം അവസാനിക്കുമെന്ന് പറയുന്നു. അവസാനിക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും ലോകം നമുക്ക് അവസാനിക്കും ഒരിക്കൽ നമ്മൾ ഇന്ന് കണ്ണടച്ചു പോകുമ്പോൾ. ഹല്ലേലൂയ. ആ നിമിഷത്തിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ പേര് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് ആ ജീവന്റെ പുസ്തകത്തിൽ എന്ന്. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാകൂ. അവിടെ കർത്താവ് വ്യക്തമായിട്ട് വെളിപാട് പുസ്തകത്തിൽ സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, മോശമായിട്ടുള്ള ഒന്നും തിന്മയായിട്ടുള്ള ഒന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. 21-ാം അധ്യായം വെളിപാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അവിടെ പ്രവേശിക്കൂ. അശുദ്ധമായവരൊന്നും മ്ലേച്ഛതയും കാപട്യവും കുടിലവും പ്രവർത്തിക്കുന്നവരാരും പ്രവേശിക്കില്ല. തിന്മ പ്രവർത്തിക്കുന്നവരാർക്കും അവിടെ പ്രവേശനം ഇല്ല. വെളിപാട് 21-27. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ആ ദൈവരാജ്യം നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നതായിരിക്കണം നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെ. അത് പ്രത്യേകം ഓർക്കണമേ. അതുകൊണ്ട് ഏത് മുതുപാതിരായ്ക്ക് ഒരു മാലാഹ എഴുന്നേൽപ്പിച്ച് ദൈവത്തെ നിന്നെപ്പറ്റിയുള്ള അഭിലാഷം എന്തെന്ന് ചോദിച്ചാൽ എന്റെ വിശുദ്ധീകരണമെന്ന് പറയാനിടയാകട്ടെ. നിന്റെ എല്ലാ ചിന്തകളും പ്ലാനുകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം നമ്മുടെ വിശുദ്ധിക്ക് ഉതകുന്നതായിരിക്കട്ടെ. അപ്പോൾ അത് ശരിയാകും. പലപ്പോഴും ചെറുപ്പക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ ഒരു അച്ഛനാകാനാണോ കർത്താവ് വിളിക്കുന്ന, കന്യാസിയാകാനാണോ? ഞാൻ പറയും, വിശുദ്ധനായ അച്ഛനാകാനാണെങ്കിൽ അത് കർത്താവിന്റെ വിളിയാണ്. ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ടാണ് നീ കന്യാസിയോ അച്ഛനോ ആകുന്നെങ്കിൽ അത് വിളിയാണ്. ഇല്ല, ഡബിൾ ലൈഫിനാണെങ്കിൽ അത് ഒരു നരകമാണ്. നരകതുല്യമായി ജീവിക്കുന്ന കന്യാസികളും അച്ഛന്മാരും പോലും ഇന്ന് ലോകത്തുണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ കല്യാണം കഴിച്ച് വിശുദ്ധരായി ജീവിക്കാമെങ്കിൽ കല്യാണം കഴിക്കൂ. നിശ്ചയമായിട്ടും ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് ജീവിക്കാൻ. നമ്മൾ എന്ത് ചെയ്താലും ഈ ലോകത്തിൽ ഒറ്റ ഉദ്ദേശം, വിശുദ്ധരായി ജീവിക്കുവാൻ. ഇത് വിശുദ്ധിക്ക് ചേർന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ തന്നെ ചോദിക്കണം. ആണെങ്കിൽ അതാണ് ദൈവഹിതം. ആ ഹിതം നിറവേറട്ടെ എന്ന കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നും ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവഹിതം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ അരക്കിട്ടുറപ്പിക്കാം, ആഴമുള്ളതാക്കാം. നമുക്ക് എന്തും വരട്ടെ ഈ ലോകത്തിൽ. ഞാൻ പറയുന്ന പോലെ ഭൂമി കുലുങ്ങട്ടെ, ആകാശം ഇടിഞ്ഞു വീഴട്ടെ, അണുബോംബുകൾ വീഴട്ടെ. പക്ഷേ നമ്മുടെ ആന്തരിക ഭവനം യേശുവിലാണ് നമ്മൾ പണിത് ഉയർത്തിയിരിക്കുന്നത് എങ്കിൽ നിശ്ചയമായിട്ടും തകരയില്ല. തകർക്കാൻ ആർക്കും പറ്റില്ല. കർത്താവ് നരകവാതിലുകൾക്ക് അവിടെ പ്രവേശനമില്ല. ആ നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല. ദൈവരാജ്യം നിലനിൽക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം ആ തലക്കെട്ടിൽ പറഞ്ഞത്, ലോകം മുഴുവൻ നശിച്ചാലും എല്ലാ രാജ്യങ്ങളും നശിച്ചാലും ഒരു രാജ്യം നശിക്കുകയില്ല. അത് കർത്താവിന്റെ രാജ്യം, അത് കർത്താവിലുള്ള ജീവിതമാണ്. ഞാനൊരിക്കൽ ജർമ്മനി ധ്യാനിപ്പിച്ചപ്പോൾ ചോദിച്ച പോലെ, ആർക്കൊക്കെ സ്വർഗത്തിൽ പോകും, ആർക്കൊക്കെ വിശുദ്ധരാകണം? ആരും കൈപൊക്കിയില്ല. അപ്പോൾ ഒരു ചെറുപ്പക്കാരനല്ല, മധ്യവയസ്സന് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഉത്തരം പറയുന്നതിന് കാര്യം, ഒരു വിശുദ്ധനാകുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പണച്ചെലവുണ്ട്. റൂമില് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കാൻ, വിശുദ്ധനെ പ്രഖ്യാപിക്കാൻ അതിനുള്ള പണമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ കൈപൊക്കാഞ്ഞത്. അവർ മറ്റുള്ളവരും അങ്ങനെയായിരിക്കാം ചിന്തിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതാണോ വിശുദ്ധർ? ആ വെളിപാട് പുസ്തകം നോക്കൂ, സ്വർഗത്തുള്ള എല്ലാവരും വിശുദ്ധരാണ്.
അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അത് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ ആരൊക്കെയുണ്ട്? എല്ലാവരും കൈപൊക്കി. നമുക്കെല്ലാം സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോയാൽ വിശുദ്ധരുമാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. നിത്യത ദർശിച്ച നിമിഷങ്ങളിൽ ഞാൻ കണ്ടത് 10,000 കോടിക്കണക്കിനുള്ള വിശുദ്ധ ലോകത്തിൽ. ഹല്ലേലൂയ. വിരലിലെണ്ണാൻ മാത്രമേ സഭ ഔദ്യോഗികമായിട്ട് പുണ്യവാൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ, പുണ്യവതി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒക്കെ പുണ്യവാന്മാരും പുണ്യവതികളുമായിട്ട് ജീവിക്കണം. അതാണ് നിലനിൽക്കുന്ന ആ ജീവിതം. എല്ലാം പോകും. നമ്മൾ ഈ സ്വരൂപിച്ചുണ്ടാക്കിയതും ഉണ്ടാക്കുന്നതും നമ്മുടെ ആരോഗ്യം എല്ലാം പോകും. വല്ലപ്പോഴും ഒക്കെ കണ്ണടച്ച് ആ ശവപ്പെട്ടി കിടക്കുന്നതായിട്ടൊന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. ഇതിനോടെല്ലാം എന്റെ എല്ലാ ബന്ധനങ്ങളും വിട്ട് ഞാൻ പോകണമല്ലോ. അപ്പോൾ ഞാനോടുകൂടി ബന്ധപ്പെട്ടിരിക്കേണ്ടത് കർത്താവാണ്. കർത്താവിനോട് അഭേദ്യമായ ബന്ധം. കർത്താവ് എന്നിലും, കർത്താവ് എന്നിലും, ഞാൻ കർത്താവിലും. 1 യോഹന്നാൻ അധ്യായം 5, 11, 12. ആ നിത്യജീവൻ, ദൈവരാജ്യം അവിടുത്തെ പുത്രനിൽ ആണ്. പുത്രനെ സ്വന്തമാക്കുന്നവൻ ദൈവത്തെ സ്വന്തമാക്കിയിരിക്കുന്നു, ദൈവരാജ്യം സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മൾ സ്വന്തമാക്കാനായിട്ടാണ് അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്യുന്നത്. ദൈനംദിന ജീവിതത്തിൽ ദൈവബലിയിൽ എന്റെ ശരീരമാകുന്നു, എന്റെ രക്തമാകുന്നു. നാം അവിടുത്തെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുമ്പോൾ അവനിലാണ്. വളരെ വ്യക്തമാണല്ലോ. യോഹന്നാൻ അധ്യായം 6:56. ഓർക്കണമേ. അവനോട് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് അവൻ നിന്നിൽ വരുമ്പോൾ നീ അവനിലും അവൻ നിന്നിലുമായിരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവിന്റെ വലിയ പ്രവർത്തനമാണത്. നമ്മളെ യേശുവിലായിരിക്കുക, ദൈവരാജ്യത്തിലാക്കുക. അപ്പോൾ ദൈവരാജ്യത്തിലാകാൻ ആർക്കും കഴിയും. ക്രിസ്ത്യാനിയാകണം നിർബന്ധമില്ല. യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് ആത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധ ജീവിതം കഴിക്കുന്ന എല്ലാവരും ദൈവരാജ്യത്തിൽ പോകാൻ സാധിക്കുന്നവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും. കർത്താവ് അവസാന നാളിൽ എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി ദൈവരാജ്യം പിതാവിന് അർപ്പിക്കുമ്പോൾ 1 കൊരിന്ത്യർ അധ്യായം 15 വചനം 24 വായിക്കുന്നത് പോലെ അങ്ങനെ തനിക്കുള്ളവരെല്ലാം കൂട്ടിയോജിപ്പിച്ച് പിതാവിന് അർപ്പിക്കുമ്പോൾ ലോകം അവസാനിക്കും. ഹല്ലേലൂയ. അത് വലിയ വാസ്തവമാണ്. നമുക്ക് കർത്താവിനോട് യോജിക്കപ്പെട്ടവരായി വിശുദ്ധരായി ജീവിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശാന്തമായ കണ്ണുകൾ അടയ്ക്കുക. കാര്യമുള്ള കർത്താവ്, ഞാൻ ഈ സന്ദേശം എന്റെ മക്കൾക്ക് കൊടുക്കുകയായിരുന്നു. ലോകം മുഴുവൻ തരിപ്പണമാക്കുന്ന ബോംബുകളുമായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ബോംബിടാനായിട്ട്. നശിപ്പിക്കാനും കൊല്ലാനുമാണ് പിശാച് പറഞ്ഞിരിക്കുന്ന വലിയ സത്യം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കഥ ഈ സമയത്ത് നിലനിൽക്കുന്ന ഒരു ജീവിതം കണ്ടെത്തുവാൻ ഇവരെ സഹായിക്കണമേ. ആ നിലനിൽക്കുന്ന രാജ്യത്തിലായിരിക്കാൻ കൃപ കൊടുക്കണമേ. ആ രാജ്യം ഐഹികമല്ല, ഈശോ പറഞ്ഞതുപോലെ ഈ ലോകബദ്ധമല്ല, പിന്നെയോ ദൈവികമാണ്. പല ആളുകൾക്കും ആധ്യാത്മികതയിലേക്ക് ഹൃദയമുയർത്താൻ കഴിയുന്നില്ല. കണ്ടിട്ടില്ലാത്ത കാണുന്നില്ല, ഹൃദയം അനുഭവിച്ചില്ലാത്ത അനുഭവിക്കുന്നുമില്ല. ആത്മാവിലൂടെ അതെല്ലാം അനുഭവിക്കുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ. അങ്ങനെ അങ്ങോട്ട് ചേർന്ന ഒരു ജീവിതം ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാൻ കൃപ കൊടുക്കണമേ. ഈ ലോകത്തിലാണ് കണിശമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ പരീക്ഷണശാലയാണ് ഈ ലോകം. ഇവിടെ അങ്ങോട്ട് ചേർന്നുകൊണ്ട് തീയിലൂടെ നടന്നുപോയാലും, ഒരുപക്ഷെ മഴയിലൂടെ പോണ്ടി വന്നാലും, വെള്ളപ്പൊക്കമുണ്ടായാലും, അവിടെയെല്ലാം യേശുവെ അങ്ങിൽ നിലയുറപ്പിച്ചുകൊണ്ട്, വിശ്വാസത്തിലും സ്നേഹത്തിലും നിലയുറപ്പിച്ചുകൊണ്ട് അങ്ങേ രാജ്യത്തിലായി പോകാനുള്ള കൃപ എന്നെ ശ്രമിക്കുന്ന ഈ മക്കൾക്ക് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ബന്ധുമിത്രാദികളെയും കുടുംബത്തെയും ഞാൻ സമർപ്പിക്കുന്നു. ആരും നശിച്ചു പോകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. ഇവരെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.